കിടക്കട്ടെ. തുടരുകയായിരുന്നു. ഈ സമയത്താണ് ഒരു 3 മാസം മുമ്പ് നമ്പീശൻ ചേട്ടൻ എന്നെ വന്ന് കാണുകയും നമ്മളിങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള സൽപ്രവർത്തികൾ ചെയ്യാൻ ഒരുപാട് മനസ്സുള്ള വ്യക്തിയാണെന്ന് എനിക്ക് പണ്ടുപോലെ അറിയാം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പദ്ധതി ഈ പരിപാടിയിലോട്ട് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സായി ചേട്ടനും ബിന്ദു ചേച്ചി, അവർക്ക് തന്നെ ആദ്യം സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. അതുപോലെ ശ്രീ ഗണപതി ഗ്രൂപ്പിനോടൊപ്പം തന്നെ തോളോട് ചേർന്നുകൊണ്ട് റിപ്പോർട്ടർ ചാനലാണ് നമ്മുടെ മീഡിയ പാർട്ണറായിട്ട് വന്നിട്ടുള്ളത്. റിപ്പോർട്ടർ ചാനലുമായിട്ട് ചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഈ പദ്ധതിക്ക് എല്ലാവിധ പിന്തുണയും നമുക്ക് ആൻഡോ സാറിൽ നിന്ന് നമുക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒരു ചടങ്ങായതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. എന്നാലും അദ്ദേഹത്തിനെയും ഞാൻ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അത് കൂടാതെ ഞാൻ പറഞ്ഞോളാം, വിജീഷ്, നയൻതാര, പിന്നെ നമ്മുടെ ഋദ്ധി വിശാല്, അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. കൂടാതെ എല്ലാവരിലേക്കും എത്തിക്കണമെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു വലിയ പദ്ധതി ലാൻഡ് ഫോർ ഹോപ്പ് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയുടെ ഏറ്റവും വലിയൊരു ബാക്ക് ബോൺ ആയിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് റിപ്പോർട്ടർ ചാനലാണ്. സോ അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മിസ്റ്റർ രാജീവ്, വൈസ് പ്രസിഡന്റ് ഓഫ് റിപ്പോർട്ടർ ചാനൽ, അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് എല്ലാവിധ ബഹുമാനത്തോടും കൂടി തന്നെ ഭദ്രദീപം തെളിയിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ആൻഡ് ഓൾസോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ചീഫ് പ്രോഗ്രാം ഡയറക്ടർ അശ്വതി നീലകണ്ഠൻ എന്നിവരെയും വീട്ടിലേക്ക് ഭദ്രദീപം തെളിയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. എല്ലാവരും ഒന്ന് ചേർന്ന് നൽകാൻ കൂടി ഈ ഒരു ഏറ്റവും ദൈവികമായ വേളയിൽ റിക്വസ്റ്റ് ചെയ്യുന്നു. കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരുമിച്ച് നമ്മൾ ജസ്റ്റ് ഒരു പ്രസ്സിലൂടെ ലോഗോ ലോഞ്ചിങ് സെറമണിയിലേക്ക് കടക്കുകയാണ്. So this is the logo Land for Hope, and സായിചേട്ടൻ ഞാൻ ബിന്ദു ചേച്ചി ഒരു ആശംസ കൂടെ പറഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങാനായിട്ട് ഏറ്റവും ബഹുമാനത്തോടെ കൂടി തന്നെ റിക്വസ്റ്റ് ചെയ്യാണ്. നമസ്കാരം. ലാൻഡ് ഫോർ ആ ഒരു ഹോപ്പാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാക്കിയിരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ അതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അതായത് കൃത്യമായി 100% അർഹരായവരെ തിരഞ്ഞെടുത്ത് ഈ നമ്മുടെ റിപ്പോർട്ട് ചാനൽ നമ്മുടെ മാധ്യമങ്ങളുടെ മുന്നിൽ കൃത്യമായ രീതിയിൽ അതെങ്ങനെയാണ് അത് അവർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള ഉദ്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്പീശനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. ഇതേപോലത്തുള്ള ഒരുപാട് ചാരിറ്റികൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും
അതനുസരിച്ച് അദ്ദേഹത്തിന് കഴിയുന്നതനുസരിച്ച് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞതുകൊണ്ടാണ് ഇന്നത്തെ ഈ സായനത്തിൽ ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ ഇവിടെ വരാൻ സാധിച്ചത്. അവരുടെ ആ സതുദ്ദേശത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം അതിനർഹരാവുന്നവർക്ക് മുൻകൂട്ടി ഞങ്ങളുടെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നമസ്കാരം. താങ്ക് യു. ആൻഡ് വേദിയുടെ സെന്ററിലേക്ക് ഒന്നുകൂടി ഒന്ന് നിൽക്കണേ. നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹ സമ്മാനം എന്നോണം ഒരു പൊന്നാട തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു പൊന്നാട നൽകുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ ബാദുക്കയും നമ്പീശൻ ചേട്ടനെയുമാണ് ഞാൻ ക്ഷണിക്കുന്നത്. ഇരുവർക്കും ഈ ഒരു വേദിയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഒരു പൊന്നാട ലാൻഡ് ഫോർ ഹോപ്പ് എന്ന പദ്ധതിയുടെ ഭാഗമായി ഇവിടെ വരികയും ഒപ്പം തന്നെ ലോഗോ ലോഞ്ചിങ് നിർവഹിക്കുകയും ചെയ്ത് സായ് കുമാരേണ്ണും ബിന്ദു ചേച്ചിക്കും സ്നേഹത്തിന്റെ ഒരു പൊന്നാട ഇവിടെ നൽകുകയാണ്. നല്ലൊരു കൈയടി കൊടുക്കട്ടെ. എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഹൃദയം നിറഞ്ഞ ഒരു കൈയടി ഈ ഒരു വേദിയിൽ നമുക്ക് നൽകാം. താങ്ക് യു വെരി മച്ച്. രണ്ടുപേർക്കും ഇനി തിരികെ സീറ്റിലേക്ക് ചെന്നിരിക്കാവുന്നതാണ്. ഒത്തിരി സന്തോഷവും ഒരുപാട് ബഹുമാനവും ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായി തീർന്നതിൽ. ആൻഡ് അടുത്തതായി നമ്മൾ ഈ ഒരു വേദിയിൽ ലാൻഡ് ഫോർ ഹോപ്പ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വെബ്സൈറ്റ് ലോഞ്ചിങ്ങിലേക്കാണ് കടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു വെബ്സൈറ്റ് ലോഞ്ചിങ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ഇവിടെ ഉള്ളപ്പം വേറെ ആരെയാണല്ലേ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. സോ ലെറ്റ് മീ വെൽക്കം ദ വെരി ഹാൻഡ്സം GP ഓൺ സ്റ്റേജ്. ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെ ക്ഷണിക്കുകയാണ്. റിക്വസ്റ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഗോപികയും ഞാനും ചേർന്ന് ലോഞ്ച് ചെയ്യേണ്ട ഒരു ഇവൻ്റാണിത്. ഇന്ന് ഗോപികയുടെ പുതിയ സിനിമയുടെ റിലീസ് ഓഗസ്റ്റ് 1-ാം തീയതി റിലീസ് ചെയ്യാനിരിക്കുന്ന സുമതി വളവിൻ്റെ ട്രെയിലർ ലോഞ്ച് ഇന്നിപ്പോൾ ലുലു മോളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരൊറ്റ കാരണത്തിലാണ് വരാൻ പറ്റാതിരുന്നത്. ഞാനതവിടെ ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ച് ഇങ്ങോട്ട് വന്നു. അതാണ് ഞാനും ഇവിടെ കുറച്ച് ലേറ്റ് ആയത്. എന്തൊക്കെയോ അർജുന അശോകൻ, ബാലു വർഗീസ്, അങ്ങനെ കുറേ പേരുണ്ട്. ഒരു വലിയ സിനിമയാണ്. അപ്പോൾ അവരെന്തോ ഡാൻസ് പരിപാടിയൊക്കെ അവിടെ സ്റ്റേജിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് വരാൻ പറ്റാതിരുന്നത്. ഞാൻ ഇങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ചേട്ടാ ഞാനും വരുന്നുണ്ടെന്ന് വരാൻ പറ്റില്ല, ഇവിടെയുള്ള ഉത്തരവാദിത്തം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ ഗോപികയും വരുമായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ബാബുക്ക എന്നെ കാണാൻ വന്നു. അദ്ദേഹം ഈ സംഭവം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്കൊരു വലിയ തിരിച്ചറിവായിരുന്നു. കാരണം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ അർഹരായിട്ടുള്ളവർക്ക് നമ്മൾ 3 സെൻറ്റ് സ്ഥലം കൊടുക്കാൻ തീരുമാനിക്കുന്നു, അതിന് വേണ്ടി ഒരു പദ്ധതിയാണ്. ശരി, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു രീതിയിലാണ് അത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. ഇത്രയും സന്നാഹം അതിനു വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ട് വരുന്നത് കുറേ നേരം ഞാനിങ്ങനെ ആലോചിക്കും, അപ്പം എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ഇൻറ്റൻഷൻ. അപ്പം ഞാൻ ചോദിക്കുന്ന ഉത്തരങ്ങൾക്ക് ഒരേ ഉത്തരം തിരിച്ചു വരുന്നു, നമ്മൾ അർഹരായിട്ടുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ ചിന്താഗതിയെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ എന്താണ് ഒരു അസ്വാഭാവികത, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഇത്രയും സമയമെടുത്ത് ഒരു വലിയ പദ്ധതിയാക്കി ഇതിൻ്റെ പിന്നാലെ പ്രവർത്തിച്ച് ഇതൊരു പ്രൊജക്റ്റാക്കി ഇതിന് ഒരു വിഷൻ കണ്ടെത്തി ഇതുപോലൊരു ഫംഗ്ഷൻ സംഘടിപ്പിച്ച് അത് പ്രാവർത്തികമാക്കി എടുത്ത് അതിൻ്റെ ഉദ്ദേശത്തിലേക്ക് എത്തുന്നു. ഒരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്യേണ്ട അത്ര തന്നെ എഫേർട്ടാണ് ഇത് എല്ലാവരും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നിമിഷം എന്താണ് ഇതിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ എന്തിന് എന്ന് ചിന്തിച്ചു പോയല്ലോ എന്നുള്ളൊരു കുറ്റബോധമാണ്. ഞാൻ പെട്ടെന്ന് ബാബുവിനോട് ചോദിച്ചു, ഞാനുണ്ട്, എന്തിനു വേണമെങ്കിലും ഞാനുണ്ട്, എന്താണ് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യേണ്ടത് ഞാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ ശീലങ്ങളുടെ ഭാഗമല്ല എന്നുള്ളത് സങ്കടകരമായിട്ടൊരു കാര്യമാണ്. കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓടിക്കൊണ്ടിട്ടുണ്ട്.
എൻവയോൺമെന്റൽ ഡേ ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഞാനൊരു മരം നടുന്നത്. അപ്പോൾ എൻ്റെ ആൾക്കാർ കളിയാക്കും. ഈ എൻവയോൺമെന്റൽ ഡേന് മരം നട്ടിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ ഞങ്ങൾ മരം നട്ടു എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ പറയുമ്പോൾ ഇതൊരു എൻവയോൺമെന്റൽ ഡേന് മാത്രം ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് ഈ മരം നടൽ. പക്ഷെ പിന്നീട് ഞാൻ ചിന്തിച്ചു തുടങ്ങി, ഈ പറയുന്ന ആളുകൾ എൻവയോൺമെന്റൽ ഡേന് പോലും മരം നടന്നില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ തിരിച്ചറിവുണ്ടായപ്പോഴാണ് ചില സമയത്ത് ഇതുപോലെയുള്ള ആളുകൾ, ഇതുപോലെയുള്ള പ്രൊജക്റ്റുകൾ, അതാണ് നമ്മളെ സമൂഹത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായി. അതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെ നോക്കുമ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് മാതൃകാപരമാണ്. അത് ഗംഭീര ഇൻസ്പിറേഷനാണ്. അവരെല്ലാവരും ഒരു ഗംഭീര കയ്യടിയെ അർഹിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇതൊരു കയ്യടിയിൽ മാത്രം നിൽക്കേണ്ടതല്ല, നമ്മൾ ഒരുമിച്ച് ഇവരുടെ ഒപ്പം യാത്ര ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ പഠിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചാണ് എപ്പോഴും. സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു സംഭവത്തെ നമ്മുടെ ഭാഗമാക്കുമ്പോഴാണല്ലോ നമുക്ക് സ്നേഹം വരിക. നമ്മുടെ വീടിനോട് നമുക്ക് ഇഷ്ടം വരിക അത് എൻ്റെ വീടാണ് തോന്നുമ്പോഴാണ്. അച്ഛനോട് അമ്മയോട് ഇഷ്ടം വരുന്നത് അത് എൻ്റെ അച്ഛനും അമ്മയോടാണ്. ഭാര്യയോട് ഇഷ്ടം വരുന്നത് എൻ്റെ ഭാര്യയൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഭാഗമാണ് എന്ന് തോന്നുമ്പോഴാണ് എനിക്ക് അതിനോട് സ്നേഹം തോന്നുന്നത്, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തോന്നുന്നത്. നമ്മുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളും അത്തരം യാത്രകളുടെ ഭാഗമാകുമ്പോൾ അത് സംഭവിക്കുന്നു. ഇങ്ങനൊരു മനോഹരമായിട്ടുള്ളൊരു പ്രൊജക്റ്റിൻ്റെ ആവാൻ വേണ്ടി ഞങ്ങളെ തിരഞ്ഞെടുത്തിരുന്നത് ഒരുപാട് സന്തോഷം. ഇതുപോലൊരു അവസരം ഇങ്ങനൊരു പ്രൊജക്റ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആവാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു യാത്രയോടൊപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും പൂർണ്ണ ശക്തിയോടുകൂടി ഞങ്ങളുണ്ട്. എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി. ഇതിൻ്റെ ഭാഗമായിട്ട് ഇനി ഭാവിയിലും ഈ ഒരു ചടങ്ങിൽ മാത്രമല്ല ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ കൂടെയുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ആൻഡ് ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. ബ്രാൻഡ് അംബാസിഡർ എന്നതിനോടൊപ്പം തന്നെ ഇപ്പം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഉറപ്പാണ്, അതിലൊരു സംശയവും വേണ്ട. അതിൽ ഒരുപാട് സന്തോഷമുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ കോൺസെപ്റ്റ് ഗോപികയുടെ പറഞ്ഞപ്പോൾ ഗോപിക ആദ്യം പറഞ്ഞത് നമുക്ക് കുറേ സാരി വാങ്ങിയാലോ എന്നുള്ളതാണ്. പൊതുവെ പക്ഷെ ഞാനത് പറഞ്ഞെങ്കിലും ഗോപിക പൊതുവെ അധികം ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. അവളിങ്ങനെ ഷോപ്പ് ചെയ്യണം, സാരി വാങ്ങണം, അങ്ങനെയൊന്നും ഇതുവരെ കല്യാണം കഴിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാത്തൊരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തി ഈ കാര്യം ഗോപികയുടെ പറഞ്ഞു ഇങ്ങനെ ഒരു പദ്ധതിയായിട്ട് അതൊക്കെ വന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു നമുക്ക് കുറേ സാരി വാങ്ങിയാലോ എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഗോപികയും കൂടി ഇവിടെ വേണമായിരുന്നു. ഗോപികയും കൂടി പ്രതിനിധീകരിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഡെഫിനറ്റ്ലി അതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് സെയിലിൻ്റെ ഭാഗമാവാൻ തീർച്ചയായിട്ടും നല്ല താല്പര്യമുണ്ട്. ഒരിക്കലും ഇതൊരു സെയിൽ എന്നതിലുപരി നമ്മൾ വാങ്ങുന്ന ആ ഒരു സാരിയിലൂടെ ഒരു വ്യക്തിക്ക് ഒരു ഭൂമി എന്നതാണ് ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നത്. അപ്പൊ അതിന്റെ ഇതിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ടല്ലോ, അടിസ്ഥാനമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നാണ്. അപ്പൊ അടിസ്ഥാനമായിട്ടുള്ളൊരു വസ്ത്രം വാങ്ങുമ്പോൾ വേറൊരാൾക്ക് അടിസ്ഥാനമായിട്ടുള്ളൊരു പാർപ്പിടം കിട്ടുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ചിന്ത തന്നെയാണ്. എന്തായാലും അതിന്റെ ഭാഗമാവാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ജീപ്പ് ചേട്ടൻ ഇത്രയധികം സീരിയസ് ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് ഏറ്റവും വ്യക്തമാകുന്നത് അത്ര പറഞ്ഞതാണ് ഞാൻ വിചാരിക്കണേ. അപ്പൊ എന്തായാലും അവിടെ നിന്നും ഒരു സെയിൽ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പം ഒത്തിരി സ്നേഹം. ആൻഡ് ഈ ഒരു വേദിയിൽ നമ്മളുടെ പ്രിയപ്പെട്ട ഗോവിന്ദ് പത്മസൂര്യയെ ലാൻഡ് ഫോർ ഹോപ്പ് എന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ പൊന്നാട അണിയിച്ച് ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ ആദരിക്കുകയാണ്. സോ ഐ റിക്വസ്റ്റ് ഹിം. താങ്ക് യു വെരി മച്ച് ആൻഡ് പ്ലീസ് ബി സീറ്റഡ് ഓവർ ദെയർ. ഒരുപാട് സന്തോഷം. ആൻഡ് അടുത്തതായി നമ്മളിങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോൾ ബുദ്ധിമുട്ടുന്നത് ഈ പറഞ്ഞ പോലെ കയറി കിടക്കാൻ ഒരു കൂരയില്ലാത്തതൊന്നും തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് വരിക, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ ഒരു പ്രോജക്റ്റ് വരിക എന്ന് പറയുന്നത്, അതിലൊരു ഭാഗമാവാൻ കഴിയുന്നത്, ചെറുതാണെങ്കിൽ പോലും ഒരു ഭാഗമാവാൻ കഴിയുന്നത് വളരെ വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ലാൻഡ് ഹോപ്പിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. വലിയൊരു സക്സസ് ആവട്ടെ. എല്ലാവരും അതിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് സാരികൾ മേടിച്ച് ഒരുപാട് വീടുകൾ പണിത് നൽകാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചു വരുന്നു. താങ്ക് യു ചേട്ടാ. താങ്ക് യു വെരി മച്ച്. പെട്ടെന്ന് നിർത്താൻ വേണ്ടി പെട്ടെന്ന് മൈക്കെടുത്ത് നമസ്കാരം എല്ലാവർക്കും. ലാൻഡ് ഫോർ സ്കോപ്പ് അല്ല, പക്ഷെ അതൊരു സ്കോപ്പാണ്. ഓഫ് കോഴ്സ് ഒരുപാട് ഹോപ്പ് ഉണ്ടാവും. അതായത് വീടില്ലാത്ത ആൾക്കാർക്ക് ഒരു ഹോപ്പാണിത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ് ഞങ്ങളുടെ രണ്ടുപേരുടെയും സൈഡിൽ നിന്ന്. തീർച്ചയായിട്ടും എനിക്കും ഒരു സാരി നന്ദു മേടിച്ചിരുന്നായിരിക്കും.
അതെ, ഇന്ന് തന്നെ ഇപ്പൊ അതെ. തന്നെ അങ്ങനെ തന്നെ ഞാനും സന്തോഷമായിട്ട് അതിന്റെ ഒരു പാർട്ടാവുന്നതായിരിക്കും. താങ്ക് യു. താങ്ക് യു വെരി മച്ച് ശ്രീവിദ്യ. അങ്ങനെ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ കേട്ടോ. നമ്മൾ ഒരുപാട് സ്കാനേഴ്സ് ഇവിടെ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹായ്, നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് ഞാനും ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ വീടൊക്കെ വെച്ചതേ ഉള്ളൂ. അപ്പം സ്ഥലം വാങ്ങിച്ചതിന്റെ വീട് വെച്ചതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കുറേ അധികം അനുഭവിച്ച ആളാണ്. അപ്പം ഇതുപോലെ അർഹരായ ആളുകളുടെ അടുത്തേക്ക് സ്ഥലം എത്തുകയാണെങ്കിൽ അത് ഒത്തിരി അഭിമാനിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് വേദിയിൽ നിൽക്കാൻ, ഈ പരിപാടിയുടെ ഭാഗമായിട്ടൊക്കെ സംസാരിക്കാൻ സാധിച്ചത് ഉറപ്പായിട്ടും ബാദുഷയ്ക്കാർക്കും ഇതിന്റെ സംഘാടകർക്കൊക്കെ തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും കുറെ അധികം പ്രൊജക്ടിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ അല്ലേ. പ്രത്യേകിച്ച് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിഷയമാണ്. അപ്പൊ അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും എല്ലാവിധ ആശംസകളും. വീണ്ടും നാദർ ഇവിടെ നിന്നൊരു സാരി വാങ്ങില്ലേ, വാങ്ങിയിട്ടല്ലേ പോളൂ. യെസ്, താങ്ക് യു. നാദർക്ക് ഇവിടെ പൊന്നാടായിട്ട് നൽകുന്നതിന് വേണ്ടി നമ്മീശ്വരൻ ചേട്ടനെയും ബാധുക്കെയും ഒത്തിരി ബഹുമാനത്തോടു കൂടി തന്നെ ഞാൻ ക്ഷണിക്കുകയാണ്. Thank you very much, Nadira. And അടുത്തതായി നമ്മുടെ everyone deserves a house. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയാണ് ലാൻഡ് ഫോർ ഹോപ്പ്. അങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് എല്ലാവരും എടുത്തതിൽ ഒരുപാട് കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഭാഗമായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് ഹോപ്പ് എവരിവൺ ബൈസ് എ സാരി. താങ്ക് യു വെരി മച്ച്. ആൻഡ് ഐ റിക്വസ്റ്റ് നമ്മീശ്വരൻ ചേട്ടൻ ആൻഡ് ബാധുക്ക ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ പിന്നാടെ എണീക്കുന്നതിന് വേണ്ടി ഞാൻ വേദിയിലേക്ക് രണ്ടുപേരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. ഇനി ഇന്നത്തെ ദിവസം ഒരു പക്ഷേ സാരി എടുക്കാൻ പ്രായമായില്ലെങ്കിൽ പോലും അതിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞു മോളാണ് കേട്ടോ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രതിക്കുട്ടി. ആൻഡ് പ്രതിക്കുട്ടിയുടെ അച്ഛൻ വിശാൽ, അദ്ദേഹം ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരെയും ആണ് ഈ ഒരു വേദിയിലേക്ക് എല്ലാവരുടെ ബഹുമാനത്തോടും കൂടി തന്നെ സ്വാഗതം ചെയ്തത്. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല ഇവിടെ വരുന്നത്. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ ലാൻഡ് ഫോർ ഹോപ്പ് എന്ന പരിപാടിക്ക് എൻ്റെ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. താങ്ക് യു പ്രതിക്കുട്ടി, താങ്ക് യു വെരി മച്ച്. അപ്പൊ പ്രതിക്കുട്ടിക്ക് മാത്രമല്ല നമ്മളുടെ ചേച്ചിക്കും സാരിയൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോകണം കേട്ടോ. എന്താണ് പറയാനായിട്ടുള്ളത്? ആൻഡ് ഈ ഒരു വേദിയിൽ രണ്ടുപേരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ ഇവിടെ ആദരിക്കുകയാണ്. അപ്പൊ ചങ്കുകളെ ഇനി ഞാൻ വേദിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നത് നമ്മളുടെ ദാസേട്ടൻ കോഴി. നമസ്കാരം പ്രിയ ചങ്കുകളെ. ഈ ഒരു വേദി എന്നെ സംബന്ധിച്ച് ഏറ്റവും സുദിനമായൊരു ദിവസമാണ്, സുദിനമായൊരു വേദിയാണ്. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെ, നമ്മുടെ സാഹിത്യകാരനും ബിന്ദു ചേച്ചി, ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന രണ്ട് പ്രതിഭകളാണ്. കാണാൻ പറ്റി, വലിയ സന്തോഷം. അതുപോലെ തന്നെ GP, എൻ്റെ ഒരു ഞങ്ങളൊരു പരിപാടി ഉണ്ടായിരുന്നു, GP ആങ്കറായിട്ടുള്ള, അതിനും പങ്കെടുക്കാൻ പറ്റി. GP രണ്ടാമതും കാണാൻ പറ്റി. ബാക്കി എല്ലാ സുഹൃത്തുക്കളും എല്ലാവരെയും ഞാൻ കാണാൻ പറ്റി. സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മളെ വീഡിയോസ് നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ മറ്റുള്ള ആൾക്കാരുടെ വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. ആ കാണുന്ന കുറേ മുഖങ്ങൾ ഇവിടെ കാണാൻ പറ്റി. ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, ഇലക്ട്രിസിറ്റി ബോർഡിൽ സീനിയർ സൂപ്രണ്ടായി വർക്ക് ചെയ്യാണ്. ജോലി, സിനിമ, സോഷ്യൽ മീഡിയ, ഇത് മൂന്നും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള രീതിയിൽ പോകുന്ന ആളാണ്. ജോലി സമയത്ത് അവിടെ വിഷയം വരാൻ പാടില്ല, സോഷ്യൽ മീഡിയ വിഷയം വരാൻ പാടില്ല, സിനിമ കഥാപാത്രം കിട്ടിയ വേഗം പോകാം. അങ്ങനെ ഒരു തപ്പിക്കളിക്കുന്നൊരു അവസ്ഥയാണ് ഇപ്പം എനിക്കുള്ളത്. അങ്ങനെ ഞായറാഴ്ച ഒരു ദിവസം വീട്ടിലേക്ക് ഇരിക്കാൻ വൈഫ് പറഞ്ഞ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇരിക്കുന്നവരോട് പെട്ടെന്ന് ചേച്ചി വിളിക്കുന്നത്. ഞാൻ പറഞ്ഞ് മഞ്ജു ചേച്ചി വിളിച്ചാൽ ഞാൻ പോകും, ബാധുക്ക വിളിച്ചാൽ പോകും. അങ്ങനെ അതും ഈ ഒരു ലാൻഡ് ഫോർ ഹോപ്പ്, ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ നമ്മളൊരു ഉത്തരവാദിത്തമാണ്, നമ്മളൊരു കർത്തവ്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വന്നു, പങ്കെടുക്കാൻ പറ്റി. നാളെ രാവിലെ തന്നെ കോഴിക്കോട് പോകും. അവിടെ പോയി KSEBയിൽ രാവിലെ എത്തിയില്ലെങ്കിൽ വേറെ വിഷയങ്ങൾ വരും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ സ്വന്തമായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ സ്വന്തമായി വീടുണ്ടാക്കണം. എന്നാലും മറ്റുള്ള ആളുകൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ഭാഗമാക്കാം. ഏറ്റവും വലിയൊരു പുണ്യമാണ് നമുക്ക് കിട്ടാനുള്ള ജീവിതത്തിൽ. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ചേച്ചി വിളിക്കുന്ന പാനി ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത്. നിങ്ങൾ എല്ലാവരും കാണാൻ പറ്റിയത്. അപ്പം സുഹൃത്തുക്കളെ, എല്ലാവരും വലിയൊരു ഭാഗമാക്കുക, ഞാനും വലിയ ഭാഗമാക്കുന്നതായിരിക്കും. അപ്പം വേറൊന്നും ഈ വൈകിയോടെ പറയില്ല. അപ്പം എൻ്റെ നിറഞ്ഞ സന്തോഷത്തോടെ പൊളിക്കുക ചങ്കുകളെ പൊളിച്ചെടുക്കുക.
താങ്ക് യു. അപ്പം താങ്ക് യു ചങ്ക്. ആൻഡ് ഇവിടെ ചങ്കിനൊരു പൊന്നാട നൽകി ഞങ്ങളുടെ സ്നേഹം ഇവിടെ നൽകുകയാണ്. ആൻഡ് താങ്ക് യു വെരി മച്ച്. അടുത്തതായി ആശംസ അറിയിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും അതിനോടൊപ്പം തന്നെ ഒരു വസ്ത്രം എന്ന സ്ഥാപനത്തിന്റെ ഓൺടർപ്രണറും ഇൻഫ്ലുവൻസറുമായിട്ടുള്ള അനൂപ നിഖിലിനെ ഞാൻ വേദിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് അഭിമാനം തോന്നുന്നു ഇവിടെ നിൽക്കുന്നു. കാരണം നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഭക്ഷണം, വെള്ളം, ഷെൽട്ടർ. അത് ഒരു എല്ലാവരുടെയും ഒരു നെസസിറ്റി ആണ്. അപ്പം അത് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുന്നു, അത് വലിയൊരു എന്താ പറയുക പുണ്യപ്രവൃത്തി എന്ന് പറയണോ മനുഷ്യത്വം എന്ന് പറയണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് വലിയൊരു കാര്യമാണ്. അതിന്റെ ഒരു പാർട്ട് ആവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ ചേട്ടനോട് പറഞ്ഞിരുന്നു നമുക്കൊരു സാരി വാങ്ങണം ഇവിടെ പറഞ്ഞു ഗോപികയ്ക്ക് ഒരുപാട് സാരികൾ വാങ്ങാൻ ഈ ഒരു പദ്ധതിയിലൂടെ ഉദ്ദേശമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും ഹെൽപ്പ് ആവാണെങ്കിൽ അത് വലിയ കാര്യമല്ലേ. സോ അപ്പൊ എന്തായാലും ഞങ്ങളോട് ഇത്രയും കൃത്യമായിട്ട് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ജി പി ആണ്. അപ്പൊ ജി പിനെ കൂടെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. ഏറ്റവും സ്നേഹത്തോടെ കൂടെ തന്നെ വൺസ് അഗൈൻ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ജി പി ചേട്ടൻ ഓൺ സ്റ്റേജ്. ഏറ്റവും സ്നേഹത്തോടെ കൂടെ തന്നെ ക്ഷണിക്കുക. അതേപോലെ പറഞ്ഞു വരാൻ പറ്റാത്തതിൽ ഒരുപാട് സങ്കടമുണ്ട്, ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഗോപികയുടെ ലൈഫിൽ ഇന്നത്തെ 2 പ്രധാനപ്പെട്ട സന്തോഷമുള്ള ദിവസമാണ്. ഒരു സിനിമ വരുന്നു, ഒപ്പം ഈ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാകുന്നു. പറഞ്ഞു സോ അഗൈൻ നമുക്ക് രണ്ടുപേർക്കും ഇതിന്റെ ഭാഗമാവാൻ പറ്റി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിന്റെ ഫേസ് ആവാൻ പറ്റി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. ഈ ഒരു പദ്ധതി എത്രയും ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രയും ആളുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. ആസ് ബ്രാൻഡ് അംബാസിഡേഴ്സ് ആളുകൾ അറിയേണ്ട ഒരു കാര്യമാണ്, ആളുകളിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ശ്രമിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതിന് മുമ്പിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും. എന്തായാലും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാവാൻ ഞങ്ങളെ ഓർത്ത് ക്ഷണിച്ച് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആക്കിയതിൽ ഒരിക്കൽ കൂടെ ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. അപ്പം ജിപിച്ചേന് ഞങ്ങൾ ഓൾറെഡി പൊന്നാടൊക്കെ കൊടുത്ത സ്നേഹമൊക്കെ തന്നത്. പക്ഷെ ഇവിടെ ഞങ്ങളുടെ ജീപ്പ് ചേട്ടൻ ഗോപികയ്ക്ക് ഒരു പൊന്നാട വരാൻ അത് മതി, അങ്ങനെ മതി അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, നല്ലൊരു കൈഡി ഉണ്ടാവും എല്ലാവരും കൂടെ ചേർന്ന്. ഒരുപാട് സന്തോഷമാണ്. ആൻഡ് ഈ ഒരു പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ എന്നുള്ളതുകൊണ്ട് തന്നെ 1-2 ഒരുപാട് സാരികളോട് നിന്ന് വാങ്ങി തിരിച്ചു പോകും ജീപ്പിച്ചേട്ടൻ ഞങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. ആൻഡ് ഞങ്ങളുടെ കൂടെ ഇനിയും തുടർന്ന് ഒരുപാട് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ജീവിതത്തിലെ മറ്റൊരു വലിയ സന്തോഷം, ഒരു പുതിയ സിനിമ ഓഗസ്റ്റ് 1-ാം തീയതി ഇറങ്ങാൻ പോവാണ്. ആൻഡ് അതിന്റെ വലിയ ടീമിന്റെ തിരക്കുകൾക്കിടയിൽ നിന്ന് മോടി ഇങ്ങോട്ടേക്ക് വന്നത് ഈ പദ്ധതിയോട് എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നു എന്നതിന് ഒരു വലിയ തെളിവ് കൂടെയാണ്. ഒരുപാട് സന്തോഷം. ആൻഡ് ഇറങ്ങാൻ പോകുന്ന സിനിമയും ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ഈ വേദിയിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യണം. താങ്ക് യു വെരി മച്ച്.